ഹായ് മക്കളെ, 2024 നീറ്റ് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നു. ഗംഭീര റിസൾട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആകാൻ പോകുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടും പരിചയപ്പെട്ടും ഒക്കെ ഉണ്ടാവും. സോ 2025 നീറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണ് നിങ്ങൾ. നമ്മളൊരു റിപ്പീറ്റഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി റിപ്പീറ്റഡ് ക്ലാസ്സുകളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. സാധാരണ നീറ്റ് എക്സാമിന് ഒരു മാസം മുമ്പൊക്കെ പലരും വന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് സാർ കെമിസ്ട്രി പഠിക്കേണ്ടതെന്ന്. NCERT വായിക്കുകയാണോ വേണ്ടത്, അതോ ചോദ്യങ്ങൾ ചെയ്യാണോ വേണ്ടത്, അതോ ഇനി ഞാൻ വീണ്ടും മെറ്റീരിയൽ ചെയ്യാണോ വേണ്ടതൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ആ ഒരു നീറ്റ് എക്സാമിൻ്റെ സമയം അടുക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത് അങ്ങനെ തന്നെയായിരുന്നു. സത്യത്തിൽ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഒരു വർഷം നീളുന്ന ഒരു റിപ്പീറ്റഡ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുമ്പോൾ തുടക്കം മുതലേ നമുക്ക് ഏത് രീതിയിലാണ് നമ്മളൊരു സബ്ജക്റ്റിനെ സമീപിക്കേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ ആ സബ്ജക്റ്റിനെ ഡീൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 2025 നീറ്റ് എക്സാമിന് നിങ്ങൾ തയ്യാറെടുക്കാൻ പോകുമ്പോൾ ഇപ്പോഴേ കെമിസ്ട്രി ഏത് രീതിയിൽ സമീപിക്കണം എന്ന് കൃത്യമായൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. 2025 നീറ്റ് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ കെമിസ്ട്രി നമ്മൾ ഏത് രീതിയിലാണ് സമീപിക്കേണ്ടത്? സിമ്പിളാണ് ഉത്തരം. കാരണം 2024, 23, 22 അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞ വർഷങ്ങളിലെ നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പറുകൾ എടുത്താൽ നിങ്ങൾക്കത് ഉത്തരം വ്യക്തമായിട്ട് കിട്ടും. കാരണം NCERTക്ക് പുറത്തുനിന്ന് ഒരൊറ്റ ചോദ്യം പോലും കഴിഞ്ഞ ഈ വർഷങ്ങളിലൊന്നും നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടില്ല. അതിനർത്ഥം 2025 നീറ്റ് എക്സാമിന് നിങ്ങൾ കെമിസ്ട്രിയെ ഏത് രീതിയിൽ സമീപിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിസ്ട്രി NCERTയെ വേദപുസ്തകമാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ NCERT നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? അതാണ് അടുത്ത ചോദ്യം വരിക. നമ്മളൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ നാളെ ഇപ്പോൾ നമുക്കൊരു ടോപ്പിക് ഇന്ന ടോപ്പിക് ആണെന്ന് പറയുമ്പോൾ ആ ടോപ്പിക് എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് മുമ്പ് തന്നെ NCERT വായിക്കണം നമ്മൾ? വേണ്ട. നിങ്ങൾ ആദ്യം ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഇപ്പോൾ സൈലത്തിൻ്റെ ക്ലാസ്സുകളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ആ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ക്ലാസ്സിലെ സ്ലൈഡുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ DPPകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ DPPകളിൽ ആ ഒരു ദിവസം പഠിപ്പിച്ച ടോപ്പിക്കും അതിലെ കണ്ടന്റും അതിലെ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. സത്യത്തിൽ ആ സ്ലൈഡുകളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം NCERT ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളെ കുറച്ചുകൂടി സിമ്പിളാക്കി നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത സ്ലൈഡുകളും DPPകളുമാണ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് അന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണ്, കൺസെപ്റ്റ് എന്താണ് എന്ന് വ്യക്തമായൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അന്ന് തന്നെ അന്നെടുത്ത ടോപ്പിക്കിൻ്റെ NCERT പോർഷൻ നിങ്ങൾ വായിക്കണം. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് NCERT പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. ആദ്യമേ നിങ്ങൾ NCERT വായിച്ചാൽ ഒരു പക്ഷേ NCERTയുടെ ലാംഗ്വേജ് നമുക്കറിയാം അല്ലെ, അത്ര സിമ്പിളായ ഒരു ലാംഗ്വേജിലല്ല NCERT എഴുതിയിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമേ നിങ്ങൾ NCERT വായിക്കാവുള്ളൂ. ഓക്കെ, NCERT വായിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ഞാനങ്ങ് ഒരു നോവൽ വായിച്ചു പോകുന്ന പോലെ വായിച്ചു പോയാൽ മതിയോ? പോരാ. പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ക്ലാസ്സിൽ ടീച്ചർ കൃത്യമായിട്ട് പറയും, ഇന്ന പോയിന്റുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്, അവിടെ നിന്നെല്ലാം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് ഓരോ ക്ലാസ്സിലും ടീച്ചേഴ്സ് വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ ആ പോയിന്റുകളെല്ലാം NCERTയിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ NCERTയുടെ തിയറി മാത്രം നമ്മൾ വായിച്ചാൽ മതിയോ? പോരാ. NCERT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ തിയറി കണ്ടന്റ് മാത്രമല്ല, NCERTയുടെ മുക്കും മൂലയും എല്ലായിടത്തും നിങ്ങൾ അരിച്ചു പെറുക്കണം. അതായത് NCERTയിലെ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സോൾവ്ഡ് എക്സാമ്പിൾസ് ഉണ്ട്, ഇതിനെല്ലാം പുറമെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇതെല്ലാം ഞങ്ങൾ എന്തിനാണ് സാർ ചെയ്യുന്നത്? കാരണം ആൾറെഡി നമ്മൾ ക്ലാസ് റൂമിൽ ചോദ്യങ്ങളെല്ലാം MCQs ചെയ്യുന്നുണ്ടല്ലോ. നീറ്റിന് ചോദ്യങ്ങളൊക്കെ MCQs അല്ലേ, പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഡിസ്ക്രിപ്റ്റീവായ NCERTയിലെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം ഓരോ ചോദ്യവും ഓരോ കൺസെപ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനപ്പുറത്ത് NCERTക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. തിയറി ഭാഗത്ത് പറയാത്ത ചില കാര്യങ്ങൾ, ചില പോയിന്റുകളൊക്കെ ചോദ്യങ്ങളുടെ രൂപത്തിൽ NCERT ഉൾപ്പെടുത്താറുണ്ട്. ഇൻടെക്സ്റ്റ് ചോദ്യങ്ങളായിട്ടും എക്സസൈസ് ചോദ്യങ്ങളുമായിട്ടും ഒക്കെ NCERTയുടെ തിയറി ഭാഗത്ത് പറയാത്ത ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാറുണ്ട് NCERT. അതും NCERTയുടെ ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്ന് പോലും പ്രീവിയസ് ഇയർ നീറ്റിന്റെ ചോദ്യപേപ്പറുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും, ആ ചോദ്യങ്ങളിൽ നിന്ന് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, NTA ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നീറ്റിന്. അപ്പോൾ അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. NCERT വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCERTയുടെ മുക്കും മൂലയും അരിച്ചു പറക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സോ ക്ലാസ് നമ്മൾ കണ്ടു, NCERT നമ്മൾ വായിച്ചു, അന്നൊരു ദിവസം എടുത്ത സകല കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇത് മാത്രം മതിയോ? പോരാ. ക്ലാസ് റൂമിൽ നമ്മൾ ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് പുറമേ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. കാരണം എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയി എന്നാണ് അതിനർത്ഥം. അത്രത്തോളം നിങ്ങൾ ആ ഒരു കൺസെപ്റ്റിൽ കോൺഫിഡൻ്റ് ആയി എന്നാണ് അർത്ഥം.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടുന്നാണ് ചെയ്യുക? അതിനാണ് സൈലത്തിൻ്റെ മെറ്റീരിയലുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അഡീഷണലായി നിങ്ങൾക്ക് എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് റാൻഡം ആയിട്ടാണോ ചോദ്യങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്? അല്ല. അപ്പോൾ നിങ്ങൾ ഇന്നൊരു ദിവസം പഠിപ്പിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളൊരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ അതിൽ എവിടെയെങ്കിലും നമുക്ക് മിസ്റ്റേക്ക് വരുമ്പോൾ, എവിടെയെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ആ ടോപ്പിക്കിൽ എവിടെയാണ് ഞാൻ ഒന്നുകൂടി ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയാണ് എൻ്റെ വീക്ക്നെസ് എവിടെയാണെന്ന് മനസ്സിലാവും. നമുക്ക് എവിടെയാണ് പഠിക്കാൻ പറ്റാതെ പോയത്, മനസ്സിലാക്കാൻ പറ്റാതെ പോയ കൺസെപ്റ്റ് ഏതാണെന്ന് മനസ്സിലാകും. അപ്പോൾ ടോപ്പിക് വൈസ് ആയി ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നമ്മുടെ ഒരു നിലവാരം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇതിനെല്ലാം ഒപ്പം നമ്മൾ കൃത്യമായി പരീക്ഷകൾ അറ്റൻഡ് ചെയ്യണം. പരീക്ഷകൾ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇവൻ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ടോപ്പിക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ ഒരു ടോപ്പിക് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്കാണ്. തിയറി നമ്മൾ പഠിച്ചു, ക്ലാസ് റൂമിൽ നമ്മൾ മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു, അതിനെല്ലാം പുറമെ നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്തു. പക്ഷേ ഇതിനൊക്കെ അഡീഷണലായി ഈ കാര്യങ്ങളെല്ലാം നമുക്കൊരു പരീക്ഷാ പേപ്പറിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു കൃത്യസമയത്തിനുള്ളിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇത് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയണമെങ്കിൽ നിങ്ങൾ പരീക്ഷകൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. അങ്ങനെ തിയറി പഠിച്ച് NCERT പഠിച്ച് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പരീക്ഷകൾ എഴുതി ഗംഭീരമായി നമ്മൾ 2025 നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യും. സോ സൈലത്തിൻ്റെ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് എല്ലാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തണം. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.